Welcome to another class on BTech Mathematics. ഇന്ന് നമ്മൾ GMAT 301 അതിൽ ആദ്യ മൊഡ്യൂളിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അതിൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മീൻ വേരിയൻസ് ഒക്കെ പറഞ്ഞു. ഇനി അവിടെ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതേപോലെ അതിൻ്റെ മീന്, വേരിയൻസ്, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും, അതേപോലെ അതിലെ പ്രോബ്ലംസും. ഇത്രയും കാര്യങ്ങളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത്, നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഒരു P(x) ഉണ്ട്. നിങ്ങളിത് പഠിച്ചു വെക്കുക. NC(x), P(x), Q(n-x). ഇതാണ് അതിൻ്റെ P(x) ആയിട്ട് വരുന്നത്. NC(x) നമുക്കറിയാം കോമ്പിനേഷനാണ്, നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ PQ, രണ്ട് പാരാമീറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. P എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസും Q എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറുമാണ്. N എന്ന നമ്പർ ഓഫ് ട്രയൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു പ്രോബ്ലം അതിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കോയിൻ 5 പ്രാവശ്യമൊക്കെ ടോസ് ചെയ്യുകയാണെങ്കിൽ N5 ഒക്കെ വരും. അത്തരം കേസിലൊക്കെ നമുക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസ് ചെയ്തതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യാറുള്ളത്. തന്നെ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു റിസൾട്ടും കൂടിയുണ്ട്. എപ്പോഴും ഈ P+Q എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് സക്സസിൻ്റെയും ഫെയിലിയറിൻ്റെയും സം എപ്പോഴും 1 ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനായിട്ട് വരുന്നത് NP ആണ്. അതേപോലെ വേരിയൻസ് ആയിട്ട് വരുന്നത് NPQ ആണ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്, കാരണം എക്സാമിന് കൃത്യമായിട്ട് 5 മാർക്കിനും 9 മാർക്കിനും ഒക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് റെഫർ ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് മീന് NPയും വേരിയൻസ് NPQ. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നോ രണ്ടോ മാക്സിമം 3 പ്രോബ്ലംസ് വരെ നമുക്ക് ഇത് ചെയ്യാം. പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതുന്നുണ്ട്. നോട്ട്സിൽ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് തന്നു ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത്, മീനായിട്ട് ഞാൻ എടുക്കുന്നത് 16 ആണ്. ദെൻ വേരിയൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 8 ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് കറസ്പോണ്ടിങ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ P(x) കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം NP ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 16. വേരിയൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം NPQ, വിച്ച് ഈസ് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്നും നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളുടെ P(x) നമുക്ക് P(x)ഉം കൂടി ഇവിടെ എഴുതി വെക്കാം. P(x) ഈക്വൽ ടു NC(x), P(x), Q(n-x). ഇതാണ് നമ്മളുടെ. അപ്പോൾ N കിട്ടണം, P കിട്ടണം, Q കിട്ടണം. ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തു, നമ്മളുടെ രണ്ട് ഇക്വേഷൻസ്, അതായത് NPQ ഈക്വൽ ടു 8 ഉണ്ട്, NP ഈക്വൽ ടു 16 ഉണ്ട്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ NPയും കട്ടായി പോകും. Q ഈക്വൽ ടു 8/16 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ Q കിട്ടി. Q കിട്ടിക്കഴിഞ്ഞാൽ P എന്ത് വരും, നമുക്കറിയാം P+Q 1 ആണ്. അപ്പോൾ P ഈക്വൽ ടു 1 - Q, വിച്ച് ഈസ് ഈക്വൽ ടു 1 - 1/2, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇനി നമുക്ക് N കിട്ടണം. N എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളുടെ NP എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് NP 16 ആണ്. N ഇൻറ്റു P 16 ആണ്. അപ്പോൾ N ഇൻറ്റു Pക്ക് 1/2 കൊടുത്താൽ വിച്ച് ഈസ് ഈക്വൽ ടു 16 വരും. N ഈക്വൽ ടു 16 ഇൻറ്റു 2, വിച്ച് ഈസ് ഈക്വൽ ടു 32. N കിട്ടി, P കിട്ടി, Q കിട്ടി. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മളുടെ P(x) ആണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. 32CX. P ആയിട്ട് വന്നത് 1/2 Q ആയിട്ട് വന്നത് 1/2 N-x എന്ന് പറയുമ്പോൾ 32 - x. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെ പോകും, 0, 1, 2, 3 എക്സെട്ര 32 വരെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എടുക്കും, കാരണം നമ്മളുടെ N 32 ആയതുകൊണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മളിതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0? ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നിങ്ങൾ എക്സിന് പകരം 0 ഇട്ട് കൊടുത്താൽ മതി. 32C 0, 1/2 0, 1/2 32 - 0. ഈ രീതിയിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസ് റിസൾട്ടുകൾ നമുക്കറിയാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ഇത് കണ്ടുപിടിക്കാം. 32C 0 എന്ന് പറഞ്ഞാൽ 1 വരും, 1/2 0 1 വരും, പിന്നെ ഇതിൻ്റെ ആൻസർ ആയിട്ടുണ്ടാവുക 1/2 32 ആണ്. അപ്പോൾ അതേപോലെ പല ക്വസ്റ്റ്യൻസും ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് കറസ്പോണ്ടിങ് 1 ഇട്ട് കൊടുത്താൽ മതി. ദെൻ എക്സാക്ട്ലി 2 സക്സസ് എന്നൊക്കെ ചോദിച്ചാൽ, ഇവിടെ എക്സാക്ട്ലി 2 ചോദിച്ചാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. അതേപോലെ മോർ ദാൻ 30 ഒക്കെ ചോദിച്ചാൽ 31ഉം 32 നമുക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കാം. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നോട്ടായിട്ട് അവിടെ എഴുതി വെക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ ഓൾവേസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആയിരിക്കും. എപ്പോഴും മീൻ ആയിരിക്കും വേരിയൻസിനേക്കാൾ വലുതായിട്ട് വരിക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ 2025 യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അതായത് ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ്. ദെൻ അവർ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ട്രയൽ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, n ഈക്വൽ ടു 5 തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞത് മീൻ്റെയും വേരിയൻസിൻ്റെയും സമ്മ്, അതായത് മീൻ്റെയും വേരിയൻസിൻ്റെയും സമ്മ് 1.8 എന്ന ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പി ഓഫ് എക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മളിത് ചെയ്യുന്നത് നമ്മൾ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് തന്നെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എക്സ് ആണ്. പി ഓഫ് എക്സ് നമുക്കറിയാം NC(x) Q(n-x) ആണ്. സോ n ക്വസ്റ്റ്യനിലുണ്ട്, n ക്വസ്റ്റ്യനിൽ 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ നമ്മൾ പിയും ക്യൂവും കണ്ടുപിടിക്കാനായിട്ട് തന്ന കാര്യങ്ങൾ, മീൻ്റെയും വേരിയൻസിൻ്റെയും സമ്മ് 1.8 ആണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിതിൽ നിന്നും പിയും ക്യൂവും കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടിലും കോമൺ ആയിട്ടുള്ള NPയെ പുറത്തെടുത്താൽ 1 + Q വിച്ച് ഈസ് ഈക്വൽ ടു 1.8 എന്ന് വരും. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, NP × 1+. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, P + Q 1 ആണ്. ക്യൂവിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ക്യൂവിന് പകരം എനിക്ക് 1 - P കൊടുക്കാം. അപ്പോൾ ക്യൂവിന് പകരം ഞാൻ വീണ്ടും 1 - P കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു 1.8 എന്ന് വരും. സോ ഇതിന് നിങ്ങൾ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, NP × 2 - P ഈക്വൽ ടു 1.8. എന്നിന് പകരം 5 കൊടുത്താൽ 5P × 2 - P ഈക്വൽ ടു 1.8 വരും. ഈ ബ്രാക്കറ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്താ വരിക, 2 × 5 10P - 5P² ഈക്വൽ ടു 1.8. സോ നമുക്കിതിനൊന്ന് ആദ്യത്തിലോട്ട് ചെയ്താൽ -5P² + 10P ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നാൽ -1.8 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു മൈനസും ഉണ്ട്, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -10P + 1.8 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് നമുക്ക് P കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്ത് നോക്കുക. Pക്ക് 2 വാല്യൂസ് വരുന്നുണ്ട്. Pക്ക് വരുന്ന വാല്യൂസ് ഒന്ന് 1/5ഉം അതേപോലെ 9/5 ആണ് വരുന്ന വാല്യൂസ്. അതിൽ 9/5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം 1.8 ഉണ്ടാവും. അതൊരിക്കലും വരില്ല, കാരണം പ്രോബിലിറ്റി 0യുടെയും 1ൻ്റെ ഇടയിലാണ്. നമുക്കറിയാം P ആയിട്ട് നമ്മൾ 1/5 ചൂസ് ചെയ്യും. സോ Q ആയിട്ട് എന്ത് വരും, 4/5 വരും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താം, നമ്മളുടെ P of X ചെയ്താം. NC(x) അതായത് 5CX 1/5x 4/5 - X. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ P of X NC(x) P(x) Q(n-x) പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ മീന് NP ആണ്, വേരിയൻസ് NPQ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നമ്മൾ 10 കോയിൻസ് ടോസ് ചെയ്യുന്നു വിചാരിക്കുക. 10 coins are thrown. നമ്മളൊരു 10 കോയിൻ എറിഞ്ഞു എന്ന് വിചാരിക്കുക. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 7 ഹെഡ്സ്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് നമുക്ക് 10 കോയിൻ എറിയുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് ചെയ്തലും അങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കലും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാം, നമ്മളിപ്പോൾ പഠിച്ച നമ്മളുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. n നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്ത് എഴുതാൻ പറ്റും. n ഈക്വൽ ടു 10 ആണ്. ദെൻ P കണ്ടുപിടിക്കണം. പിയും ക്യൂവും കിട്ടിയാലാണല്ലോ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ P നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് P എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ്.
അപ്പോൾ ഇവിടെ സക്സസ് ആവണമെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതായിരിക്കും നമ്മളുടെ സക്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഹെഡിൻ്റെ കേസാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് അത് നമ്മൾ പി ആയിട്ട് എടുക്കുക. അതായത് പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്. അത് നമുക്കറിയാം, ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ്റെ പി ചൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് പി ആയിട്ട് എടുക്കുക. അതായിരിക്കും അവിടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയിക്കേണ്ടത് എന്താണോ അതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 7 ഹെഡ് അത് നമ്മളിനി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ പി ആയിട്ട് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് നമ്മൾ എടുത്തു. സോ ക്യൂ ഈക്വൽ ടു 1/2 തന്നെയായിരിക്കും, പിയും ക്യൂവും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 10cx 1/2 raised to x 1/2 raised to 10 minus x എന്ന് വരും. ഇതായിരിക്കും നമ്മളുടെ പി ഓഫ് എക്സ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് 10cx രണ്ടും കോമൺ ആയിട്ട് 1/2 ആയതുകൊണ്ട് എക്സ് പ്ലസ് 10 മൈനസ് എക്സ് എന്ന് എഴുതുന്ന സമയത്ത് ഒന്ന് ചെയ്താൽ 1/2 raised to 10 എന്ന് വരും. എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യും. ഇനി നമുക്ക് നോക്കുക, അറ്റ്ലീസ്റ്റ് 7 ഹെഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 7, അതിൽ കുറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അതിൽ ആരൊക്കെ ഉണ്ടാവും? ആകെ 10 എക്സിൻ്റെ വാല്യൂസ് 0 മുതൽ 10 വരെയാണ്, കാരണം n 10 ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 7 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 8 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 9 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 10. ഇത്രയും ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ എക്സ് ഈക്വൽ ടു 7 കിട്ടാൻ നമ്മുടെ ഈ ഇക്വേഷനിൽ എന്ത് കൊടുത്താൽ മതി? നമുക്ക് എഴുതാം, ഒരു സ്റ്റെപ്പും കൂടി വേണമെങ്കിൽ എഴുതാം. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ് എന്ത്, 1/2 raised to 10 എന്നുള്ളത്. പിന്നെ 10cx, അപ്പോൾ 10c7 പ്ലസ് 10c8 പ്ലസ് 10c9 പ്ലസ് 10c10. ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ആ കോമ്പിനേഷൻസ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽസ് തന്നിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇൻ എ സാമ്പിളിംഗ് എ ലാർജ് നമ്പർ ഓഫ് പാർട്സ് മാനുഫാക്ചർഡ് ബൈ എ മെഷീൻ. ഒരു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒരു മെഷീൻ്റെ കേസിൽ മീൻ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ എ സാമ്പിൾ ഓഫ് 20 is 2. അതായത് ഒരു സാമ്പിൾ നമ്മൾ എടുത്താൽ, ഞാൻ ആ ക്വസ്റ്റ്യൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, ഒരു സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നത്. ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 20 എണ്ണത്തിൽ 2 എണ്ണമാണ്. അതായത് 20യിൽ നമ്മൾ എടുക്കുമ്പോൾ 2, ഒരു സാമ്പിൾ നമ്മൾ എടുത്താൽ ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് 20യിൽ 2 ആണ്. എന്നിട്ട് അത്തരത്തിലുള്ള 1000 സാമ്പിൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, ഔട്ട് ഓഫ് 1000 such സാമ്പിൾസ്, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എത്ര എണ്ണം, how many would be expected to contain no defective, exactly 3 defective, more than 3 defective, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഷെയർ ചെയ്ത് തന്ന നോട്ടിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ്റെ ഔട്ട്ലൈൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാമ്പിളിംഗ് നമ്മളൊരു മാനുഫാക്ചർഡ് ബൈ മെഷീൻ എടുക്കുന്ന സമയത്ത് അവിടെ ഡിഫക്റ്റീവ് ആവാനുള്ള കേസ്, അങ്ങനെയുള്ള 1000 എണ്ണത്തിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോ ഡിഫക്റ്റീവ്. ഒരു ക്വസ്റ്റ്യനെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളൂ, നിങ്ങളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നോ ഡിഫക്റ്റീവ് വരാനുള്ള എത്ര എണ്ണം എന്നാണ്, ഹൗ മെനി. പ്രോബിലിറ്റി അല്ല ചോദിച്ചത്, ഹൗ മെനി എന്നാണ്. പ്രോബിലിറ്റി കണ്ടുപിടിച്ചിട്ട് അതിനെ ഈ 1000 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും കൂടി ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഒരു ബി ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എഴുതാം. ഇവിടെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സാക്ട്ലി 3 ഡിഫക്റ്റീവ്, എക്സാക്ട്ലി 3 ഡിഫക്റ്റീവ്, ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്തെഴുതാം. എന്താണ്, യെസ്, സ്മോൾ n 20 ആണ്. 1000 ആണെന്ന് വിചാരിക്കരുത്, അത് നമുക്ക് മറ്റൊരു ക്യാപിറ്റൽ n കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അത് ആകെയുള്ള എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ സാമ്പിളിൽ 20 എണ്ണമാണുള്ളത്, അതിൽ 2 എണ്ണം എന്നുള്ള രീതിയിലാണ്. ഇനി പി എന്നുള്ളത്, ഞാൻ പറഞ്ഞത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക, നമുക്ക് ഡിഫക്റ്റീവിൻ്റെ കേസാണ്. അപ്പം പി ആയിട്ട് നമുക്ക് എന്തെടുക്കാം, പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് എടുക്കാം. ഡിഫക്റ്റീവ് അത് ക്വസ്റ്റ്യൻ അവർ തന്നിട്ടുണ്ട്. ആകെയുള്ള 20 എണ്ണത്തിൽ 2 എണ്ണമാണ്. അപ്പോൾ 2/20 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0.1. 0.1 പി ആണെങ്കിൽ നമുക്ക് എന്തും കിട്ടി, ക്യൂ കിട്ടി. ക്യൂ എന്ന് പറഞ്ഞാൽ 0.9. നമുക്ക് ആ പി ഓഫ് എക്സും കൂടി ഒന്ന് എഴുതി വെക്കാം. പി ഓഫ് എക്സ് എന്ത് വരും, n 20cx 0.1 raised to x 0.9 raised to 20 minus x. അപ്പം അങ്ങനെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു,
നോ ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ആദ്യം പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിന് 0 കൊടുക്കുക, 20C0 0.1/0 0.9/20 എന്ന് വരും. നിങ്ങളതിൻ്റെ ആൻസർ ചെയ്ത് നോക്കുക. 0.1216 എന്ന് ആൻസർ വരും. പക്ഷേ ഇത് അതിൻ്റെ പ്രോബബിലിറ്റിയാണ്. ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ആണെങ്കിൽ നമ്മൾ ഇത്ര എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ നമ്മളോട് എണ്ണമാണ് ചോദിച്ചത്, ഹൗ മെനി എന്നാണ്. സോ നമുക്ക് റിക്വയർഡ് നമ്പർ ഈക്വൽ ടു നമ്മൾ ആ ആൻസറിന് 0.1216ന് നമ്മളുടെ ആകെ എണ്ണം ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിട്ടുണ്ട് 1000 ആണ് എന്നുള്ളത്. അപ്പോൾ 1000 കൊണ്ട് എന്ത് ചെയ്യുക? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏകദേശം 121.6 വരും. അതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 121 എണ്ണമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും 122 ആക്കാം. എണ്ണം നമ്മൾ ഒരിക്കലും അങ്ങനെ പോയിന്റ് ഇട്ട് പറയില്ലല്ലോ. അപ്പോൾ 122. സോ നമുക്കത് എന്ത് ചെയ്യാം? 122. അപ്പോൾ നിങ്ങൾ പ്രോബബിലിറ്റി ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 കണ്ടാൽ മതി. നമ്പറോട് ചോദിച്ചാൽ ഈ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യണം. നമുക്ക് ബി ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സാക്ട്ലി 3 പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് പകരം 3 കൊടുക്കുക. ആൻസർ ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. 0.1901 വരും. നമ്പർ കിട്ടാൻ വേണ്ടി അതിനെന്ത് ചെയ്യുക? 0.1901 ഇൻറ്റു 1000 എന്ത് ചെയ്താൽ മതി? 1000 ചെയ്യുക. ഏകദേശം 190 കറക്റ്റായിട്ട് നിങ്ങൾ എടുത്താൽ 190 ആൻസർ കിട്ടും. ഇനി ഇതിലൊരു സി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ് എന്നാണ് പറഞ്ഞത്. സി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ്. സോ നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ചെയ്താൽ മതി. കാരണം നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഡിഫക്റ്റീവ് 3 കൂടുതൽ. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. ഇതിലാരൊക്കെ ഉണ്ടാവും? നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3. നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ ഏകദേശം 0.867 എന്ന് വരുന്നുണ്ട്. ഞാനതിൽ ഉൾപ്പെടുത്തിയില്ല. ദെൻ നമ്പർ നമ്മൾ കാണുന്ന സമയത്ത് ഈ 0.867 നമ്മളൊന്ന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 867 എന്നുള്ളൊരു ആൻസർ കിട്ടും. ഇതാണ് എണ്ണമായിട്ട് വരും. അപ്പോൾ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മെയിൻ എക്സാമിന് സെക്കൻഡ് പാർട്ടിൽ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടില്ല. നമ്മൾ പറഞ്ഞതൊരു മെഷീൻ ഉണ്ടാക്കുന്ന പാർട്സിൻ്റെ കേസിൽ ഒരു സാമ്പിളിൽ 20 എണ്ണത്തിൽ 2 എണ്ണം ഡിഫക്റ്റീവ് ആണ്. അങ്ങനെയുള്ള ആകെ 1000 എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി അല്ല ചോദിച്ചത്, എത്ര എണ്ണം എന്നാണ്. പ്രോബബിലിറ്റി എന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്നെ നമുക്ക് 20 കിട്ടി. ഞാനൊരു ക്യാപിറ്റൽ എൻ ആയിട്ട് 1000 കൊടുത്തു. ദെൻ പി പ്രോബബിലിറ്റി ഓഫ്, നിങ്ങൾ പി എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് ആയിട്ട് എടുക്കുക. ഇവിടെ ഡിഫക്റ്റീവ് ആണ്, അതുകൊണ്ട് 2/20 0.1. പി കിട്ടിയാൽ ക്യൂ കിട്ടും. ദെൻ പി ഓഫ് എക്സ് എഴുതുന്നു. ദെൻ കൃത്യമായിട്ട് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് NCX P raised to x Q raised to n minus x ആണ്. P plus Q എപ്പോഴും 1 ആയിരിക്കും. N നമ്പർ ഓഫ് ട്രയൽസ് ആണ്. P പ്രോബബിലിറ്റി ഓഫ് സക്സസ്, Q പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. ഇതിൻ്റെ മീന് വേരിയൻസ്, മീന് വരുന്നത് NP ആണ്, വേരിയൻസ് NPQ ആണ്. ഇതിൻ്റെ പ്രൂഫ് ഉണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ദെൻ നമ്മളൊരു ക്വസ്റ്റ്യൻ മീനും വേരിയൻസ് തന്നിട്ട് P ഓഫ് എക്സ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നു. നമ്മളൊന്ന് ജസ്റ്റ് വേരിയൻസ് ബൈ മീൻ ചെയ്താൽ ക്യൂ കിട്ടും. തിരിച്ച് എഴുതിയാലും പ്രശ്നമില്ല. എന്നിട്ട് 1/Q കിട്ടുമ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ മതി. ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ പി കിട്ടും, NP ഉപയോഗിച്ച് N കിട്ടും, P ഓഫ് എക്സ് എഴുതാം. ഇതിനടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെയിൻ എക്സാമിന് ചോദിച്ചതായിരുന്നു. മീൻ്റെ വേരിയൻസിൻ്റെ ഈ സമ്മ് 1.8 വെച്ചിട്ട് അതും നമ്മൾ സോൾവ് ചെയ്ത് വന്ന് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ 10 കോയിൻസ് എറിയുന്നൊരു കേസ് നമ്മൾ എടുത്തു. അവിടെ അറ്റ്ലീസ്റ്റ് 7 ഹെഡ്, ഇത് പല രീതിയിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പി ആയിട്ട് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എടുക്കുക. അതായത് ഇവിടെ ഹെഡ് പറഞ്ഞുകൊണ്ട് ഗെറ്റിംഗ് ഹെഡ് എടുക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ഒരു സിറ്റുവേഷൻ തന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മീനിൻ്റെയും വേരിയൻസിൻ്റെയും പ്രൂഫ്, അതേപോലെ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ നോക്കുക, മാക്സിമം നമ്മൾ ചെയ്ത പ്രോബ്ലംസ് നോക്കുക. സോ അതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റേസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.